നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സാധാരണ കടുത്ത ആരാധകര് രക്തത്തിൽ കൈമുക്കി കത്തെഴുതുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ഇനി മുതൽ ശ്യാമയുടെ ഞരമ്പിലൂടെ ഓടുന്നത് രാധികയുടെ രക്തം കൂടിയാണല്ലോ. എന്റെ ഭാഗ്യ. പലപ്പോഴും എന്റെ ജന്മത്തിനെ കുറിച്ച് എനിക്ക് പരാതിയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ തോന്നുന്നു എന്റെ ജന്മത്തിന് എന്തോ വലിയൊരർത്ഥം ഉണ്ടായിന്ന്. ശ്യാമ മാഡത്തിന് ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ പ്രോബ്ലം അല്ലേ? യെസ്, അതെല്ലാരും ടെൻഷനായിട്ട് ഇരിക്കുന്നത്. അതും എന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവാ. ഞാൻ കൊടുത്തോളാം. അതെ, രാധികയ്ക്ക് ഈ കണ്ടീഷനിൽ ബ്ലഡ് കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ ഡോക്ടർ? ഈ കുട്ടി ഒക്കെ ആണെങ്കിൽ കൊടുക്കുന്നതിൽ പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ കൊടുക്കാം ഡോക്ടർ. ശ്യാമ മാഡത്തിന് എനിക്ക് അത്ര ഇഷ്ടാ. എന്റെ രക്തം കൊണ്ട് മാഡത്തിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തോളാം. ആ, ഞാൻ ബ്ലഡ് കൊടുക്കാം ഡോക്ടർ. ഡോക്ടറെങ്കില് ബാക്കി കാര്യങ്ങള്. ആ, സിസ്റ്റർ, ഡോക്ടർ കൃഷ്ണകുമാറിനൊന്ന് വിളിക്ക. ഇങ്ങനൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം ചെയ്തു തീർത്ത പോലെയാ എനിക്ക് തോന്നുന്നത്. മാഡം തിരിച്ചു പോണെങ്കിൽ പൊക്കോളൂ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോയിക്കോളാം. അത് സാരമില്ല, എല്ലാം തീർന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. എന്താ ഡോക്ടർ, എന്താ പ്രശ്നം? ഡോക്ടർ, ഈ കുട്ടി AB നെഗറ്റീവാ. ഓ, ഇവര് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറുമാണ്. ഈ കുട്ടിക്ക് എന്ത് പറ്റിയതാ? കൈയൊന്ന് പൊള്ളിയതാ. മെഡിസിൻ ഒക്കെ എടുത്തു. കുട്ടിക്ക് സമ്മതമാണല്ലോ അല്ലേ? ഓ, എനിക്ക് 100 വട്ടം സമ്മതാ. അത്രയ്ക്ക് ആരാധനയാണ് ഇവൾക്ക് ശ്യാമ മാഡത്തിനോട്. ദാറ്റ്സ് ഓക്കെ. ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കുട്ടിയുടെ ഈ ഹെൽപ്പ്. ഇതാണ് ഇതുപോലുള്ള കലാകാരന്മാരുടെ പുണ്യം. എനിവേ, ഗോഡ് ഈസ് ഗ്രേറ്റ്. കുട്ടി വരൂ. മാഡം പുറത്ത് വെയിറ്റ് ചെയ്തോളൂ. ഞാൻ പെട്ടെന്ന് വരും. ബ്ലഡ് കൊടുക്കാൻ തൽക്കാലം ഒരാളെ ഡോക്ടർ അറേഞ്ച് ചെയ്തു. ഇനിയും വേണ്ടിവരുമെന്ന് അറിയില്ല. സാർ ആരെങ്കിലും കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വരണം പ്ലീസ് സർ. എന്തായി മാഡം? കൈ ഡ്രസ് ചെയ്ത് കഴിഞ്ഞു. എങ്കിൽ നമുക്ക് പോവാം. ഡയറക്ടർ 3-4 തവണ വിളിച്ചു. ഇവിടെ സിംഗർ ശ്യാമ ഒരു ആക്സിഡന്റ് സംഭവിച്ചു വന്നിട്ടുണ്ട്. അവർക്ക് അത്യാവശ്യമായിട്ട് ബ്ലഡ് വേണമായിരുന്നു. റെയർ ഗ്രൂപ്പാണ്. ആ കുട്ടി ശ്യാമ മാഡത്തിന് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോയിരിക്കുക. എന്ത് കഷ്ടമാണ് മാഡം. എല്ലാ കാര്യത്തിലും ഇങ്ങനെ കയറി ഇടപെട്ടാലോ? അമ്പലം അടയ്ക്കുമ്പോഴേക്കും ഷൂട്ടിംഗ് തീർക്കണം. ഡയറക്ടർ നല്ല ചൂടിലാ. ഞാനും നല്ല ചൂടിലാണെന്ന് ഡയറക്ടറോട് പറയും. നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു കലാകാരിയാണ് അകത്ത് സുഖമില്ലാതെ കിടക്കുന്നത്. അവർക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞപ്പോ അത് കൊടുക്കാൻ ആ കുട്ടി തയ്യാറായി. അതൊരു മഹത്വമായിട്ട് മനസ്സിലാക്കണം. അതൊന്നും അറിയാതെ തിരക്ക് പിടിക്കുകയാണെങ്കിൽ എനിക്കിപ്പോ വരാൻ ബുദ്ധിമുട്ടാണെന്ന് ഡയറക്ടറോട് പറഞ്ഞേക്കെ. മാഡം പ്ലീസ് സുബിൻ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ.
മാഡം, ശ്യാമ മാഡത്തിന് എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഡോക്ടറോട് ചോദിച്ചു നോക്കാം. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. സാധാരണ കടുത്ത ആരാധകര് രക്തത്തിൽ കൈമുക്കി കത്തെഴുതുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ഇനി മുതൽ ശ്യാമയുടെ ഞരമ്പിലൂടെ ഓടുന്നത് രാധികയുടെ രക്തം കൂടിയാണല്ലോ. എന്റെ ഭാഗ്യ. പലപ്പോഴും എന്റെ ജന്മത്തിനെ കുറിച്ച് എനിക്ക് പരാതിയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ തോന്നുക എന്റെ ജന്മത്തിന് എന്തോ വലിയൊരർത്ഥം ഉണ്ടായിന്ന്. ദേ, ശ്യാമയുടെ ഡോക്ടറാ. ആ, വാ. ഡോക്ടർ, ശ്യാമ മാഡത്തിന്റെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയുണ്ട്? കുട്ടി ചെയ്തത് ഒരു പുണ്യമാണ്. എല്ലാരും നല്ല ടെൻഷനിലായിരുന്നു. ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇവൾക്ക് ശ്യാമ മാഡത്തെ ഒന്ന് കയറി കാണാൻ പറ്റുമോ? ഐ ആം സോറി. ഇപ്പൊ എന്തായാലും പെർമിറ്റ് ചെയ്യാൻ കഴിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ നോക്കാം. എങ്കിൽ സാരല്ല. ശ്യാമ മാഡത്തിന് ബോധം വീഴുമ്പോ എന്റെ അന്വേഷണം ഒന്ന് പറഞ്ഞാൽ മതി. ഈ കുട്ടി വിനയ മേഡത്തിന്റെ ആരാണ്? എന്റെ അനുജത്തിയാണ്. ഓ, അങ്ങനെയാണോ? മാഡം പോകാം. പോകാം. മെഡിസിൻ ഒന്നും വാങ്ങിയില്ലേ? വാങ്ങി മാഡം, ഡ്രൈവറെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ, എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ. ശരി. താങ്ക് യു. വാ. ആ കുട്ടിക്ക് ശ്യാമ മേഡത്തിന്റെ അതേ മുഖച്ഛായ. ഡോക്ടർ, കാഷ്വാലിറ്റി ചോദിച്ചപ്പോ ശ്യാമയ്ക്ക് ബ്ലഡ് കൊടുത്ത ആ പെൺകുട്ടി പോയെന്ന് പറഞ്ഞു. അവരെ എനിക്കൊന്നും കാണാൻ പോലും പറ്റിയില്ല. ആ കുട്ടി ഇതാ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ആ കുട്ടിക്ക് ശ്യാമ മേഡത്തിന്റെ അതേ മുഖച്ഛായ. എന്നിട്ട് ആ കുട്ടി എവിടെ? ശരി ഡോക്ടർ. സുബിൻ, ഞാൻ ഈ കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പെട്ടെന്ന് അമ്പലത്തിലേക്ക് എത്തിയേക്കാം. ഓക്കെ മാഡം. ഈശ്വര, ശ്യാമയ്ക്ക് രക്തം കൊടുത്തത് ശ്യാമയുടെ മകള് തന്നെയാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.